ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യ സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത്. കണ്ടുപിടിക്കുന്നത് ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട്, അപ്പം നമുക്ക് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആവാം. അപ്പോൾ അന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ഐശുവിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുക. ഇന്ന് പ്രവേശനോത്സവം അല്ലേ, എൻ്റെ ഐശുട്ടി പുതിയ സ്കൂളിലൊക്കെ ചേർന്ന ദിവസമാണ്. കണ്ടില്ലേ, സുന്ദരി മോളായിട്ട് പോണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാട്ടെ. ഇന്നത്തെ എന്തൊക്കെ ഉണ്ടായി അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. എവിടെ വെയിലൊന്നും ഇല്ലല്ലോ. നടക്കടി അങ്ങോട്ട്. എനക്ക് ഇങ്ങനെ മുണ്ടുമ്പോൾ ഓട്ടർഷ വിളിക്കാൻ നിൽക്കല്ലേ. ഒരു ഗർഭിണിയായ ഞാൻ നടക്കണ്. പിന്നെ എന്താടി ഉഷാറുള്ള നല്ല ചുറുചുറുക്കുള്ള എനക്ക് നടന്നാല് നടക്കാനുള്ള ദൂരമുള്ള സ്കൂളിക്ക്. എന്നിട്ട് ഓട്ടർഷ വിളിക്കണം അത്രേ. മടിച്ചിപ്പാറു. അങ്ങനെ നമ്മൾ ഐഷുവിൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വന്ന് നോക്കുമ്പോൾ കുട്ടികളൊന്നും കാണാനില്ല. അപ്പോൾ ക്ലാസ് കൂടിയെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ആയ കാരണം നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ നിന്നു. അപ്പോൾ അത് കാരണമായിട്ട് നേരം വൈകിയത്. അസംബ്ലി കഴിഞ്ഞ് പിള്ളേരൊക്കെ കയറി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ എത്തണത് കേട്ടോ. അങ്ങനെ അവളെ ഞങ്ങൾ സ്കൂളിലാക്കിയിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ഞങ്ങളടുത്ത്. അപ്പോൾ അതിലേക്ക് വന്നിക്കുക കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് കുറച്ച് പ്രഷർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യിക്കണം. ഒപ്പം എനിക്ക് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യിക്കണം. എനിക്ക് സാധാരണ ബ്ലഡിൽ HB കുറയലുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണ്. പിന്നെ പോരാത്തതിന് നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കരുതലോടെ പോകാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതിന് വേണ്ടി വന്നേക്കാണ്. അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ HB കുറവാണ്. എനിക്ക് കുറയലാണ് പതിവ്. അങ്ങനെ ബ്ലഡൊക്കെ കയറ്റലൊക്കെ ഒരു വട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും കൂടിയിട്ടൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. ഐഷുവിന് സ്കൂളൊക്കെ തുറന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സും പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് അതൊക്കെ വാങ്ങി. അതിന് ശേഷം നമ്മൾ വീണ്ടും സ്കൂളിൽ തന്നെ പോയി. 12:30 സ്കൂൾ വിടും. കാരണം ഫസ്റ്റ് ഡേ അല്ല, ഹാഫ് ഡേ ആ ക്ലാസ്സുള്ളൂ. അത് കാരണം ഐഷുവിനെ വിളിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ ഞാൻ ആർത്തി കാരണം കൊണ്ട് ചോറ് കഴിക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞൊന്ന് ഉറങ്ങിയൊക്കെ എണീച്ച ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് കഴിക്കുന്നത്. ഞാനിതെന്താ സംഭവം എന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് ഇതിങ്ങനെയല്ല, അത് മറച്ച് വെച്ച് തുറക്കുന്നാലേ അതിൽ കാണാനുള്ളൂ. നോക്കുമ്പോൾ എന്തായാലും ഒരു ക്യാബേജും ഒരു ക്യാരറ്റും പിന്നെ ഒരു ഓംപ്ലേറ്റും കൂടി വെച്ചിട്ട് സാൻഡ്വിച്ചാന്നും പറഞ്ഞ് തന്നേക്കുക. ഗൈസ്, അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ട് നമ്മളിപ്പോൾ നടക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഡെയിലി വൈകിട്ട് നടക്കാൻ പോവും. സ്കൂളിൽ പോയിട്ട് വന്നു കേട്ടാ. എന്നിട്ട് അവിടെ എന്താ പഠിച്ചത് ഞാൻ പറഞ്ഞുതരട്ടെ. 1, 2, 3. അപ്പോൾ 1, 2 ആണ് കേട്ടോ ഞാൻ പഠിച്ചത് അവിടെ പോയിട്ട്. പക്ഷെ ബുക്ക് കൊണ്ടേയില്ലേ. നാളെ ബുക്ക് കൊണ്ടോണേ. ഇതിപ്പോ 1, 2 പഠിക്കാനാണ് ഇപ്പൊ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു തരില്ല എനിക്ക്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ വൈകിട്ട് എന്നും ഇങ്ങനെ നടക്കാൻ പോകൂട്ടാ. കാരണം ഇന്നിപ്പോൾ നമ്മൾ രാവിലെ നടക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ശീലമായ കാരണം കൊണ്ട് നമ്മളിങ്ങനെ വൈകിട്ടും കൂടി നടക്കാൻ പോകും. അതവിടെ നിർത്താൻ പറ്റില്ല. മഴ ഇല്ലെങ്കിലൊക്കെ ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ഞാനൊന്ന് പറയട്ടെ എടി, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ എന്നാ ശരി ഗായ്സ്, പോണ വഴിക്കുള്ള വിശേഷങ്ങളും കൂടി കാണാം. എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. ഇല്ല പിന്നെ കുരിപ്പ് സമ്മതിക്കോട്ടു. അതാ ഗായ്സ്, നമ്മൾ പാല് വാങ്ങാൻ പോയിരുന്ന ഫാമാണ് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ പണ്ട് പാല് വാങ്ങാൻ പോയിരുന്ന ഫാമാണിത്. അപ്പോൾ അതപ്പോൾ പാലൊക്കെ വാങ്ങലൊക്കെ നിർത്തിയിട്ടാ. അപ്പോൾ ആ ഫാമൊന്നും നിങ്ങളെ കാണിച്ചെന്താണ്, നമ്മൾ നടക്കാൻ പോണ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അതും. അപ്പോൾ ഗായ്സ്, നമ്മളിതാ ഇവിടെ വന്നിരിക്കുക കേട്ടോ. നടക്കാനാ പറഞ്ഞിട്ട് ദേ ഈ പാടത്ത് ഇങ്ങനെ വന്ന് നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇരുന്ന ശേഷം നമ്മൾ ഇവിടുന്ന് പോവും. വീണ്ടും നടന്നിട്ട് അങ്ങോട്ട് പോവും. അപ്പോൾ പോണ വഴിക്ക് ഒരു പൂമ്പാറ്റനെ കണ്ടു കേട്ടോ. ഈ പൂമ്പാറ്റനെ കണ്ടപ്പോൾ തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിത്രം വരക്കുമ്പോൾ പകുതി കളർ കൊടുത്തിട്ട് പകുതി കളർ കൊടുക്കാണ്ട് വെക്കില്ല, അതുപോലെ തോന്നിയിട്ടാണ്. അപ്പോൾ ഇതിനെയും കണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഒന്നും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.